നല്ല പണി തന്നെ കൊടുത്തത് പോരാ. അടുത്ത ചൈനയ്ക്കും കൊടുക്കണം, അത്രയേ ഉള്ളൂ പറയാൻ. ചൈനയ്ക്ക് കൊടുക്കണം കൊടുക്കുക, ചൈനയ്ക്ക് കൊടുക്കണം, ബംഗ്ലാദേശിനും കൊടുക്കണം. എന്തിനാ പേടിച്ചിരിക്കുന്നത്? പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്നര പണിയെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് പോരാ. 16 പേരൊന്നും കൊന്നാൽ പോരാ, എല്ലാത്തിനെയും കൊന്നു വേണം. നമ്മളുടെ വീട്ടിൽ ഒരാളെ ആക്രമിക്കുമ്പോൾ നമുക്ക് എന്തുവാണ് തോന്നുന്നത്, അതുപോലെയാണ് രാജ്യത്തിൽ ഒരാളെ ആക്രമിക്കാൻ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നലെ ചെയ്തത് വളരെ നല്ലൊരു പ്രവർത്തനമാണ്. അത് നമ്മളുടെ പാകിസ്ഥാനെതിരെ കാര്യം തന്നെയാണ്. പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിന് ശേഷം 14 ദിവസങ്ങൾക്ക് ശേഷം രാജ്യം ഇന്ന് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് തീവ്രവാദികളുടെ നെഞ്ചത്ത് തന്നെ. ഇന്ന് വെളുപ്പിനെ ഉണ്ടായ ആക്രമണം 9 തീവ്രവാദ കേന്ദ്രങ്ങളിൽ, പാകിസ്ഥാൻ്റെ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ നോക്കി ശക്തമായ അവർക്ക് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് രാജ്യം. രാജ്യത്തെ എല്ലാ ജനങ്ങളും, എല്ലാ രാഷ്ട്രീയക്കാരും, മതവിഭാഗങ്ങളും എല്ലാം സർക്കാരിനൊപ്പം, രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി തുടങ്ങിവെച്ച നടപടി, രാജ്യത്തിന് എല്ലാവിധ സപ്പോർട്ടുകളും, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരാൾ പോലും എതിർ ശബ്ദമെത്താതെ സർക്കാരിനും നമ്മുടെ മിലിറ്ററിക്കും നമ്മുടെ എല്ലാ സേനകൾക്കും എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന കാഴ്ചകളാണ് നമുക്ക് രാജ്യത്തുനിന്ന് പല ഭാഗങ്ങളും കാണുന്നത്. രാജ്യങ്ങളായാലും ശരി തന്നെ, സ്ഥാപനങ്ങളായാലും ശരി തന്നെ, ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ, സംസ്ഥാനങ്ങളായാലും ശരി തന്നെ, ആര് തെറ്റ് ചെയ്യുന്നോ അവർക്ക് ഉചിതമായത് മറുപടി അപ്പോഴെപ്പോഴും കൊടുക്കും, അത്ര തന്നെ. അതാരായാലും നല്ല പണി തന്നെ കൊടുത്തത് പോരാ. അടുത്ത ചൈനയ്ക്കും കൊടുക്കണം, അത്രയേ ഉള്ളൂ പറയാൻ. ചൈനയ്ക്ക് കൊടുക്കണം കൊടുക്കുക, ചൈനയ്ക്ക് കൊടുക്കണം, ബംഗ്ലാദേശിനും കൊടുക്കണം. എന്തിനാ പേടിച്ചിരിക്കുന്നത്? പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്നര പണിയെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് പോരാ. 16 പേരൊന്നും കൊന്നാൽ പോരാ, എല്ലാത്തിനെയും കൊന്നു വേണം. ഇന്ന് ഇവിടെയുള്ള ഒരെണ്ണത്തിന് കൊല്ലാൻ സമയമായി. ഇവിടെയും കുറേ എണ്ണം പാകിസ്ഥാനിയുടെ ചിന്ത വിളിക്കുന്നില്ലേ, അവരെ കൊന്നുകൊള്ളണം. എന്തിനാ പേടിക്കുന്നത്? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെന്തിനാ പേടിക്കുന്നത്? അങ്ങനെ നല്ലതായിരുന്നു തന്നെ ഇത്. ഒരു പറയാൻ ഒരു മാറ്റവും ഇല്ല. നല്ലതായിരുന്നു തന്നെ ഇത്. പോരെ. ക്കാൻ ഒരുങ്ങുന്നവനെ തീർത്തും അഴിച്ചു കെട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ത് പറയാം സാർ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുതിർന്ന് നമ്മൾ മറ്റ് രാഷ്ട്രങ്ങളെ സഹായിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്ന പാർട്ടികളെ ഒരിക്കലും നമ്മൾ അതിന് സഹായിക്കാനോ അവനെ ശരിക്കും എതിർത്ത് തോൽപ്പിക്കണം, അവനെ നശിപ്പിക്കണം. നമ്മൾ എന്ത് കാരണവശാലും അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. പണ്ട് മുതലേ അവരുടെ എയിം അതാണ്, ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ എയിം. അതിന് നമ്മൾ എങ്ങനെയും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കണമല്ലോ, അതാവശ്യമാണ്. നമ്മുടെ രാജ്യത്തിനെതിരായി നടത്തുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും ഭാരതീയരായി ഇന്ത്യയിൽ ജനിക്കുന്ന ഓരോ പൗരനും അതിശക്തമായ പ്രതിഷേധമാണ്. നമ്മുടെ പാവപ്പെട്ട ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ കാശ്മീരിൽ സഞ്ചരിച്ച നിരപരാധികളെ കൊന്നെടുക്കുവാൻ കൊണ്ടുവന്ന പാകിസ്ഥാന് തക്ക തിരിച്ചടി കൊടുക്കുന്നതിൽ രാജ്യത്തിന് അഭിമാനം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ ഓരോരുത്തരും ആ പ്രത്യാക്രമണങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ.